ഇതായിരുന്നു നമ്മൾ കാണാൻ കൊതിച്ച പോർച്ചുഗീസ് ടീം. വാഹനാപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ഉറ്റത്തോഴൻ ഡിയോഗോ ജോട്ടയ്ക്കും ഇതിഹാസം റൊണാൾഡോയ്ക്കും അർഹമായൊരു യാത്രയപ്പ് നൽകാനും അവർക്കായി ലോക കിരീടം സമ്മാനിക്കാനും തന്നെയാണോ ഈ കൂട്ടരുടെ പോക്ക്? എനിക്ക് സത്യസന്ധമായി തോന്നുന്ന ഉത്തരം അല്ലെന്ന് തന്നെയാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ നയിക്കുന്ന പോർച്ചുഗൽ ടീമിന്റെ ആദ്യ 3 മത്സരങ്ങൾ ചങ്കിടിപ്പോടെ കണ്ടു തീർത്തപ്പോൾ തോന്നിയ കുറച്ച് ആശങ്കകളാണ് ഇവിടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. ലോകം മുഴുവൻ കാണുന്ന ലോകകപ്പ് മത്സരങ്ങളിൽ ആദ്യ റൗണ്ട് പൂർത്തിയായപ്പോൾ ശരാശരിയിലും താഴ്ന്ന പ്രകടനമാണ് പറങ്കിപ്പട കാഴ്ചവെക്കുന്നത് എന്ന് പറയാം. താരതമ്യേന ദുർബലരായ ഉസ്ബെക്കിസ്ഥാനെ 5-0 തകർത്തു എന്നല്ലാതെ ഗ്രൂപ്പ് ഘട്ടത്തിൽ പോർച്ചുഗീസ് നിരയിൽ കാര്യമായി എന്തെങ്കിലും പോസിറ്റീവ് അവകാശപ്പെടാനുണ്ടോ എന്ന സംശയമാണ്. മികച്ചൊരു ആക്രമണ നിരയുള്ള എതിരാളികൾക്കെതിരെ പറങ്കിപ്പടയുടെ മധ്യനിര തീർത്തും നിറം മങ്ങുന്നത് ഇത് ആദ്യമായല്ല. ദുർബലരായ DR കോങ്കോയ്ക്കെതിരെയും പോർച്ചുഗൽ പ്രതീക്ഷിക്കൊത്ത പ്രകടനമല്ല കാഴ്ചവെച്ചത്. പോർച്ചുഗീസ് കോച്ച് റോബർട്ടോ മാർട്ടിനസ് അത്ര മോശക്കാരനൊന്നുമല്ല. സ്പെയിനെയും ജർമ്മനിയും ഒക്കെ മറികടന്ന് പോർച്ചുഗലിന് നാഷൻസ് ലീഗ് കിരീടം സമ്മാനിച്ച പരിശീലകനാണ്. എന്നാൽ ഈ ലോകകപ്പിൽ പോർച്ചുഗലിൽ നിന്ന് പ്രതീക്ഷിച്ചൊരു പെർഫോമൻസേ അല്ല ആരാധകർക്ക് കാണാനായത്. മിഡ്ഫീൽഡിലും ഫൈനൽ തേർഡിലും പലയിടത്തും ആശയക്കുഴപ്പം നിഴലിച്ച് കാണാം. കൊളംബിയക്കെതിരായ മാച്ചിൽ പിടിപ്പത് പണിയാണ് ഡീഗോ കോസ്റ്റ എന്ന പോർച്ചുഗീസ് ഗോൾ കീപ്പർക്ക് എടുക്കേണ്ടി വന്നത്. 6 മാച്ച് സേവിംഗ് ഗോൾ സേവുകളാണ് കോസ്റ്റ നടത്തിയത്. നോക്കൌട്ട് ഘട്ടത്തിലേക്ക് മുന്നേറുമ്പോൾ പോർച്ചുഗൽ പ്രതീക്ഷിക്കുന്ന ഒരു ഘടകം അത് മാത്രമാണ്. പ്രതിരോധ നിരയിൽ റെനാറ്റോ വൈഗയ്ക്കും റൂബൻ ഡയസിനും ജാവോ കോൺസിലേക്കും ന്യൂനോ മെൻഡിസിനുമെല്ലാം മരിച്ചു പണിയെടുക്കേണ്ടി വന്നു എന്നതാണ് വാസ്തവം. മിയാമിയിൽ പോർച്ചുഗലിന്റെ ഗോൾ പോസ്റ്റിൽ നിരന്തരം ആക്രമിച്ച് കളിച്ച് കൊളംബിയ ആദ്യാവസാനം വരെ പോർച്ചുഗീസ് നിരയെ വിറപ്പിക്കുന്നതാണ് കണ്ടത്. 26 ഗോൾ ശ്രമങ്ങളാണ് കൊളംബിയ മത്സരത്തിൽ നടത്തിയത്. അതിൽ 6 ഓൺ ടാർഗറ്റിലേക്കായിരുന്നു. നിശ്ചിത സമയം അവസാനിപ്പിക്കുന്നതിന് തൊട്ടു മുമ്പ് കൊളംബിയൻ താരം തകർപ്പനു ഹെഡറിലൂടെ വലകുലിക്കെങ്കിലും വാറിലൂടെ അത് ഓഫ്സൈഡ് ആണെന്ന് റഫറി വിധിച്ചു. ഇഞ്ചുകളുടെ വ്യത്യാസത്തിൽ മാത്രമാണ് പോർച്ചുഗൽ ഈ സാഹചര്യത്തിൽ ഗോൾ വഴങ്ങാതെ തടിയുരിയത്. പോർച്ചുഗീസ് മധ്യനിരയുടെ പരാജയം ഈ ലോകകപ്പിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇത്രയും പ്രതിഭാസമ്പന്നമായ ഒരു മിഡ്ഫീൽഡ് മറ്റൊരു ടീമിനും അവകാശപ്പെടാനുമില്ല. എന്നിട്ടും ഫൈനൽ തേർഡിലേക്ക് മികച്ച പാസുകൾ എത്തിക്കാൻ അവർ പ്രയാസപ്പെടുകയാണ്. കൊളംബിയക്കെതിരെ 4-2-3-1 എന്ന ഡിഫൻസീവ് ഫോർമേഷനാണ് റോബർട്ടോ മാർട്ടിനസ് സെറ്റ് ചെയ്തിരുന്നത്. അത് തന്നെയാണ് മധ്യനിരയുടെ താളം തെറ്റിച്ചത്. മികച്ച 2 ഡിഫൻസീവ് മിഡ്ഫീൽഡർമാർ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഫോർമേഷനെ മികച്ചതാക്കാനാകൂ. അല്ലെങ്കിൽ മധ്യനിരയെ എതിരാളികൾക്ക് മുമ്പിൽ തുറന്നിടുന്ന പോലെയാകും. നാല് 1-2-3 എന്ന ഫോർമേഷനിൽ തനത് ലാറ്റിൻ അമേരിക്കൻ ശൈലിയിലുള്ള ആക്രമണ ഫുട്ബോളാണ് കൊളംബിയ കളിച്ചത്. കൊളംബിയൻ നിരയിൽ ജെയിംസ് റോഡ്രിഗസും മിഡ്ഫീൽഡർ ജോൺ ഏരിയാസും ഡിഫൻസീവ് മിഡ്ഫീൽഡർ ജെഫേഴ്സൺ ലെർമയും തകർപ്പൻ പ്രകടനമാണ് നടത്തിയത്. അതുപോലെ പ്രതിരോധ നിരയിലേക്ക് വരുമ്പോൾ സെന്റർ ബാക്കുകളായ ഡേവിൻസൺ സാഞ്ചസും ജോൺ ലുക്കുമിയും ലെഫ്റ്റ് ബാക്ക് സാന്റിയാഗോ അരിയാസും തിളക്കമാർന്ന പ്രകടനം പുറത്തെടുത്തു. ഗോൾ കീപ്പർ കാമിലോ വർഗാസും 2 മികച്ച സേവുകളുമായി മാച്ച് സേവിംഗ് പ്രകടനം തന്നെ പുറത്തെടുത്തു. ഇന്നത്തെ മത്സരത്തിൽ കൊളംബിയയുടെ അറ്റാക്കുകൾ നടക്കുന്ന സമയങ്ങളിൽ പോർച്ചുഗൽ മധ്യനിരയിൽ ഒരുപാട് സ്പേസ് ഒഴിഞ്ഞു കിടന്നിരുന്നു. റൂബൻ നെവസിന് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാനാകുന്നതിൽ കൂടുതൽ സ്പേസ് അവിടെ തുറന്നു കിടന്നിരുന്നു. ഇതുകൂടാതെ മറ്റൊരു വലിയ പ്രശ്നം കൂടി പരിഹരിക്കേണ്ടതുണ്ട്. ഇടതു ബാക്കിലും വലതു ബാക്കിലും താരങ്ങൾ ഓവർലാപ്പ് ചെയ്ത് കയറുമ്പോൾ ഉണ്ടാകുന്ന വിടവിനെ ചെറുക്കാൻ പ്ലെയർ പൊസിഷൻ റീപ്ലേസ്മെന്റ് ഫോർമേഷനിൽ സാധ്യമാവുന്നില്ല. അതുകൊണ്ട് തന്നെ കൊളംബിയയ്ക്ക് വളരെ എളുപ്പം വിങ്ങുകളിലൂടെ ആക്രമണങ്ങൾ നയിക്കാൻ സാധിച്ചു. നാല് 2-3-1 ഫോർമേഷനിൽ കളിപ്പിക്കുമ്പോൾ മിക്ക താരങ്ങളും അവരുടെ നാച്ചുറൽ പൊസിഷനിൽ നിന്നും മാറി വരുന്നു എന്നതിനാൽ കളിക്കാരുടെ മികവ് പൂർണ്ണതയിൽ എത്തിക്കാൻ കഴിയാതെ വരുന്നു. ജാവോ ഫെലിക്സ് ഇന്നത്തെ മത്സരത്തിൽ കളിച്ചത് ഇടത് വിങ്ങിലാണ്. ഒരു സെക്കൻഡ് സ്ട്രൈക്കറായോ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായോ കളിപ്പിക്കേണ്ട താരത്തെ വിങ്ങിൽ കളിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് പോർച്ചുഗൽ നേരിട്ട് അനുഭവിച്ചു. ഒരു ഡ്രിബിൾ പോലും പൂർത്തിയാക്കാൻ അയാൾക്ക് സാധിച്ചുമില്ല. വലതു വിങ്ങിൽ ഫ്രാൻസിസ്കോ കോൺസിക്കാവോ, ട്രിൻകാവോ എന്നീ മികച്ച താരങ്ങളെ ബെഞ്ചിലിരുത്തിയാണ് കോച്ച് പെഡ്രോ നെറ്റയെ സ്റ്റാർട്ട് ചെയ്യിച്ചത്. ഏറ്റവും നിരാശപ്പെടുത്തുന്നത് മധ്യനിരയിൽ വിറ്റീനിയാണ്. PSG താരത്തിന് സെൻട്രൽ മിഡ്ഫീൽഡറുടെ റോളിൽ പൂർണ്ണ സ്വാതന്ത്ര്യം അനുവദിച്ചു കിട്ടുമ്പോൾ പോർച്ചുഗൽ നിരയിൽ ഡിഫൻസീവ് സ്വഭാവത്തിലാണ് അയാൾക്ക് കളിക്കാനാകുന്നത്. ലോകോത്തര മിഡ്ഫീൽഡറായ വിറ്റീനിയുടെ കാലുകളിൽ ചങ്ങലയിട്ട് കളിപ്പിക്കുന്നത് പോലെയാണിത്. ഈ ടൂർണമെന്റിൽ ഇതുവരെ വിറ്റീനിയുടെ കളി മികവ് പ്രകടമാകാത്തത് അതുകൊണ്ട് കൂടിയാണ്.
ജാവോനവസിന്റെ കാര്യമെടുത്താലും ഇതേ പ്രശ്നം നിങ്ങൾക്ക് കാണാം. PSG-യിലായപ്പോൾ അയാൾ മുന്നേറ്റത്തിലേക്ക് നടത്തിയിരുന്ന റണ്ണുകൾ പോർച്ചുഗലിന്റെ മത്സരങ്ങളിൽ കാണാനാകുന്നില്ല. നാല് 4-2 ഡയമണ്ട് ഫോർമേഷനോ 4-3-3 അറ്റാക്കിംഗ് ഫോർമേഷനോ ആയിരിക്കും നിലവിലെ സ്ക്വാഡ് വെച്ച് പോർച്ചുഗലിന് കളിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച ഫോർമേഷനുകൾ. ഇൻ ഗെയിം സ്റ്റാറ്റിക്സ് തീരെയില്ലാത്ത മാർട്ടിനസിന് ഇനി പരീക്ഷിക്കാൻ കഴിയുന്നത് ഒരു ലോ ബ്ലോക്ക് സിസ്റ്റമാണ്. അതും പ്രതിരോധത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ മാത്രം. കൗണ്ടർ ചെയ്ത് ഗോൾ നേടാനെങ്കിലും കഴിയുമല്ലോ. റൗണ്ട് 32 മുതൽ ഇനി അങ്ങോട്ടേക്ക് കൂടുതൽ മെച്ചപ്പെട്ട പ്രകടനമാണ് പറങ്കിപ്പടയുടെ പരിശീലകരിൽ നിന്നും അവരുടെ ലോകോത്തര മിഡ്ഫീൽഡിൽ നിന്നും ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഇനി മുന്നിലുള്ളത് കടുത്ത പോരാട്ടങ്ങളാണ്. അവിടെ ആശയക്കുഴപ്പത്തിനും പരീക്ഷണങ്ങൾക്കും സ്ഥാനമില്ല. പോർച്ചുഗൽ ഇനിയെങ്കിലും 11 പേരടങ്ങുന്ന മികച്ചൊരു സ്ക്വാഡുമായി കൈമേയ് മറന്ന് പോരാടുമെന്ന പ്രതീക്ഷയാണ് ആരാധകർക്കുള്ളത്. റൗണ്ട് ഓഫ് 32-വിൽ ജൂലൈ 3-ന് പുലർച്ചെ 4:30-ന് ക്രൊയേഷ്യയാണ് അവർക്ക് നേരിടേണ്ടത്. കൊളംബിയയേക്കാൾ കടുത്ത വെല്ലുവിളിയാണ് അവർക്ക് മുന്നിൽ ഇനി കാത്തിരിക്കുന്നതും.